എല്ലാവർക്കും നമസ്കാരം. മേക്സ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. IPL ആവേശം തുടങ്ങാൻ ഇനി കേവലം 2 ആഴ്ചകൾ മാത്രമാണ് ബാക്കിയുള്ളത്. മാർച്ച് 22-ന് ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ ചെന്നൈ ബാംഗ്ലൂർ ഐക്കോണിക് പോരാട്ടത്തോടു കൂടിയാണ് പുതിയ IPLൻ്റെ 16ാം സീസണിന് കൊടി കയറാൻ പോകുന്നത്. നേരത്തെ തന്നെ IPL ടീമുകളുടെ സ്ക്വാഡ് അനാലിസിസ് വീഡിയോസ്, പരിക്കേറ്റ് പുറത്തായ താരങ്ങളുടെ റീപ്ലേസ്മെൻറ്റ് വരുന്ന വീഡിയോസ്, ഒപ്പം ചില ടീമുകളുടെ പ്രോബബിൾ പ്ലേയിങ് 11 അടക്കം വീഡിയോസ് നേരത്തെ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കയറി കാണുക. സോ ഇപ്പോൾ എത്തിയിട്ടുള്ളത് സഞ്ജു സാംസൺ നായകനായിട്ടുള്ള രാജസ്ഥാൻ റോയൽസിൻ്റെ IPL 2024 ഒരു മോസ്റ്റ് പ്രോബബിൾ പ്ലേയിങ് 11 വീഡിയോയുമായിട്ടാണ്. ഇത്തവണ ഏറെ പ്രതീക്ഷകളോടുകൂടി തന്നെയാണ് രാജസ്ഥാൻ റോയൽസ് IPLിലേക്ക് എത്തുന്നത്. ആ ഒരു കിരീടം നേടാൻ സാധ്യതയുള്ള ടീമുകളിൽ മുൻപന്തിയിൽ തന്നെയാണ് മലയാളി താരത്തിൻ്റെ രാജസ്ഥാൻ റോയൽസ്. വളരെ ഒരു കൺസിസ്റ്റൻറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു ടീം തന്നെയാണ് ഇത്തവണ RRൻ്റെ നിരയിലുള്ളത്. കഴിഞ്ഞ സീസണിലെ പോരായ്മകളെല്ലാം പരിഹരിച്ചുകൊണ്ടാണ് രാജസ്ഥാൻ ഇത്തവണ IPLിലേക്ക് എത്തുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ സീസണിൽ അവർക്ക് ഏറ്റവും നേരിട്ടൊരു പ്രോബ്ലം തന്നെയായിരുന്നു ടോപ്പ് ഓർഡർ ബാറ്റിങ്ങിലെ ഒരു മികച്ച ബാറ്ററുടെ അഭാവം. സോ ഇത്തവണ അതെല്ലാം മാറ്റിക്കുറിച്ചുകൊണ്ട് റോമാൻ പവർ എന്ന വെസ്റ്റ് ഇൻഡീസ് താരത്തെ ലേലത്തിലൂടെ സ്വന്തമാക്കിക്കൊണ്ട് ടോപ്പ് ഓർഡർ ബാറ്റിംഗ് നിര വളരെ സ്ട്രെങ്തൻ ചെയ്തുകൊണ്ടാണ് സഞ്ജു സാംസൻ്റെ രാജസ്ഥാൻ റോയൽസ് പുതിയ IPLനെ വരവേൽക്കാനായി എത്തുന്നത്. സോ രാജസ്ഥാൻ ഒരു പ്രോബബിൾ 11ലേക്ക് എത്തുകയാണെങ്കിൽ നമുക്കറിയാം, IPLിലെ കഴിഞ്ഞ 2-3 സീസണുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും മികച്ച ഓപ്പണിംഗ് ജോഡിയുള്ള ടീം തന്നെയാണ് രാജസ്ഥാൻ റോയൽസ്. ഇംഗ്ലണ്ട് താരം ജോസ് ബട്ട്ലറും അതോടൊപ്പം തന്നെ ഇന്ത്യൻ യുവതാരം, ഇന്ത്യയുടെ സെൻസേഷണൽ പ്ലെയർ യശസ്വി ജയ്സ്വാളും അടങ്ങുന്ന ആ ഒരു ഓപ്പണിംഗ് സഖ്യം തന്നെയാണ് രാജസ്ഥാൻ റോയൽസിൻ്റെ നെടുംതൂണെന്ന് പറയുന്നത്. സോ ഇത്തവണ ബട്ട്ലർ, ജോസ്വാൾ ഓപ്പണിംഗ് സഖ്യം തന്നെയായിരിക്കും RRന് ഇറങ്ങാൻ പോകുന്നത്. വൺ ഡൗണായി നായകൻ സഞ്ജു സാംസൺ കൂടി എത്തുന്നതോടുകൂടി ടോപ്പ് 3-യിൽ തന്നെ അല്ലെങ്കിൽ പവർ പ്ലേയിൽ തന്നെ വമ്പൻ സ്കോറുകൾ രാജസ്ഥാൻ റോയൽസിന് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ സീസണിലെ ഏറ്റവും വലിയ പോരായ്മ തന്നെയായിരുന്നു ടോപ്പ് ഓർഡർ ബാറ്റിങ്ങിലെ അല്പം മെല്ലപ്പോക്ക്. സോ ഇത്തവണ ജോ റൂട്ടിന് പകരം റോമാൻ പവർ എന്ന കരീബിയൻ ബിഗ് ഹിറ്റർ എത്തിച്ചതുകൂടി അതിന് ഏറെക്കുറെ പരിഹാരം കാണാൻ RR മാനേജ്മെൻറ്റിന് കഴിഞ്ഞിട്ടുണ്ട്. സോ റോമാൻ പവൽ ഒപ്പം വമ്പനടിക്കാരായ ഷിംറോൺ ഹെറ്റ്മേറും റിയാൻ പരാഗും ധ്രുവ് ജൂറലും കൂടി ചേരുന്നതോടുകൂടി രാജസ്ഥാൻ റോയൽസിൻ്റെ ടോപ്പ് 6 ബാറ്റിംഗ് നിര വളരെ സ്ട്രെങ്ത് തന്നെയാണ്. സോ ഇവർക്കൊപ്പം ഓൾറൗണ്ടറായി രവിചന്ദ്രൻ അശ്വിൻ്റെ ഒരു സെൻസേഷണൽ ബാറ്റിംഗ് കൂടി കയറുമ്പോൾ രാജസ്ഥാൻ റോയൽസിൻ്റെ ബാറ്റിങ്ങിൽ അത്ര പോരായ്മകൾ ഈ സീസണിൽ പറയാൻ സാധിക്കില്ല. RRൻ്റെ ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരികയാണെങ്കിൽ വളരെ മികച്ച സ്പിന്നർമാരും ബൗളർമാരുടെ ഒരു മിക്സ് കോംബോ തന്നെയുള്ള രാജസ്ഥാനും ഇത്തവണ ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റും ഏറെ ആശ്വസിക്കാം. സ്പിന്നർമാരായിട്ട് രവിചന്ദ്രൻ അശ്വിനും അതോടൊപ്പം തന്നെ യുസ്വേന്ദ്ര ചഹലുമായിരിക്കും 11ൽ സ്ഥാനം കിട്ടാൻ പോകുന്നത്. ഒപ്പം പേസ് ബൗളർമാരായിട്ട് ട്രെൻറ്റ് ബോൾട്ടും പ്രസീദ് കൃഷ്ണയും 11ലേക്ക് എത്തും. ഒപ്പം ഇമ്പാക്ട് പ്ലെയർ ഓപ്ഷനായിട്ട് സന്ദീപ് ശർമ്മയെ കൂടി രാജസ്ഥാന് പരിഗണിക്കാവുന്നതാണ്. സോ ഇതാണ് മോസ്റ്റ് പ്രോബബിളി രാജസ്ഥാൻ റോയൽസിൻ്റെ ആ ഒരു പ്ലേയിങ് 11 എന്ന് പറയുന്നത്. ജോസ് ബട്ട്ലർ, യശസ്വി ജയ്സ്വാൾ, സഞ്ജു സാംസൺ, റോമാൻ പവൽ, ഷിംറോൺ ഹെറ്റ്മേർ, റിയാൻ പരാഗ്, ധ്രുവ് ജൂറൽ, രവിചന്ദ്രൻ അശ്വിൻ, ട്രെൻറ്റ് ബോൾട്ട്, യുസ്വേന്ദ്ര ചഹൽ, പ്രസീദ് കൃഷ്ണ. ഒപ്പം ഇമ്പാക്റ്റ് ഓപ്ഷനായിട്ട് സന്ദീപ് ശർമ്മയെ കൂടി അവർക്ക് പരിഗണിക്കാം. ഇനിയും രാജസ്ഥാൻ റോയൽസിന് ഏറെ പ്രതീക്ഷിക്കാവുന്ന താരം തന്നെയാണ് അവരുടെ മറ്റൊരു സ്പിൻ താരമായിട്ടുള്ള ഓസ്ട്രേലിയൻ താരം ആദം സാംബ, അതോടൊപ്പം തന്നെ ആവേശ് ഖാൻ തുടങ്ങിയ താരങ്ങളും RRൻ്റെ ഡഗ്ഔട്ടിൽ കാണും. സോ വളരെ മികച്ച ഇമ്പാക്ട് പ്ലെയർ ഓപ്ഷൻസ് കൂടി യൂട്ടിലൈസ് ചെയ്യാൻ കുമാർ സംഗക്കാരയുടെ ടീമിന് ഇത്തവണ സാധിക്കട്ടെ. 2ാം IPL കിരീടം ലക്ഷ്യം വിട്ടിറങ്ങുന്ന രാജസ്ഥാൻ റോയൽസിന് ഏറെ ആശംസകൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.